കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലരെയും ജീവനിൽ യേശുവിൽ അർപ്പിച്ചിട്ട് ശ്വാസം വരെയും ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു. തൃപ്പായിരം സ്വാഗതം ചെയ്യും മകൾ സദസ്സിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. ശ്വാസം വരെയും വീണ്ടെടുപ്പിൻ ഗാനം പാടി വാഴ്ത്തി രക്ഷകനേശുവെ കുമ്പിടും ഞാൻ. കഷ്ടത ദൃഷ്ടിയായി ആസ്വദിക്കും സാധുക്കൾ മകൾ യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും മനവും ശക്തിയും യോഗ്യതയും എന്നും ഇരിപ്പതാം കുഞ്ഞാടിന് യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വെച്ചിടും. ജന്മമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ജന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളെന്നു നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവന്റെ നിന്റെ വായിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ തന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് തന്മേലടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവൻ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഹല്ലേലൂയ പാടിടും ഞാൻ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യപിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. സകലത്തിലേക്കാൾ കീഴാക്കുമ്പോഴും വാഴേണ്ടതാകും. ദുഃഖത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകല ദേവന്റെ കാൽ കീഴായിരിക്കുന്നു എന്ന് ഉണ്ടല്ലോ.
സകലവും കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തുവരികെ എന്ന് എന്നാൽ അവൻ സകലവും കീഴ്പ്പെടുത്തുന്നതിന് ശേഷം ദൈവം സകലത്തിൽ സകലവും ആകേണ്ടതിന് പുത്രൻ താൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അല്ല, നെച്ചവർക്ക് വേണ്ടി സ്നാനം വയ്ക്കുന്നവരെത്തി നെച്ചവർ കേവലം ഉയർത്തുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം വയ്ക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴികതോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരെ, മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ്സുകൊണ്ട് ഭേദമുണ്ടല്ലോ. മനുഷ്യരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്തിൽ ഉയർത്തുന്നു. അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരം ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുള്ളൂ. മൃഗത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്തെ ഒന്നാമത്. ആത്മീയം പിന്നത്തേത് വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസ രക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കി സ്ഥാനിക്കുവാനാണ് വലിയ ദൗത്യം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിതത്തിലിരിക്കുമ്പോൾ, ആരോഗ്യമുള്ളവരായിരിക്കുമ്പോൾ, നിങ്ങൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടും. ടിക്കറ്റ് ആലപ്പുഴ നോക്കിയിട്ടുണ്ട്. ടിക്കറ്റ് ട്രിവാൻഡ്രം മേലെ നോക്കിയപ്പോൾ ടിക്കറ്റ് ഉണ്ട്. പക്ഷേ എറണാകുളത്താണ് ടിക്കറ്റ്, കോട്ടയത്തിന് ടിക്കറ്റ്. അപ്പോൾ ഞാൻ കോട്ടയത്തിന് Bye.
ഞങ്ങളുടെ സങ്കേതമായിരിക്കും. അതോ നിങ്ങളുണ്ടായിരുന്നു ഈ ഭൂമിയെ ഭൂമണ്ഡലത്തിൽ നിർമ്മിച്ചതിന് മേനാദിയായി ശാശ്വതമായി ദൈവമാകുന്നു. നിമത്തിനെ കുടിയിലേക്ക് മടക്കി ചെല്ലുമാറാകുന്നു. പുത്രന്മാരെ തിരികൊലിവിൽ നിന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രി ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ വെട്ടിക്കളയുന്നു. ഉറക്കം പോലെ എത്ര രാവിലെ മുളച്ചു വളരുന്ന പുതുപോലെയാകുന്നു. രാവിലെ രക്ഷ വളരുന്നു, വൈകുന്നേരത്തെ എരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ കൃത്യമുള്ളതിലും നിന്റെ രക്ഷഭാവങ്ങളിൽ പ്രകാശം ജീവിക്കുന്നു. ഞങ്ങളുടെ നാളുകളെയൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. നിങ്ങളുടെ പ്രതാപം പ്രയാസവും ദുഃഖവുമത്ര വേഗം തീരുകയും Thank you.
ഞങ്ങൾ എപ്പോഴും വന്നാലും ഇവിടുന്ന് ഞങ്ങളെ ഇറക്കി വിടുമ്പോൾ പറഞ്ഞത് പ്രാർത്ഥിക്കണം. അമ്മച്ചിയുടെ ഏറ്റവും വലിയ ബലം പ്രാർത്ഥനയാണ്. ഇതൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടത്. പിന്നെ 97 കാലം നല്ല ആരോഗ്യ ആയുസ്സോടെ ഇരിക്കാൻ ദൈവം ഇടയാക്കി. അതാണ് ദൈവത്തിന് നന്ദി പറയാം. കഴിഞ്ഞ നാൾ വരെ ഭയങ്കര ഓടിച്ചാടി നടന്നായിരുന്നു അമ്മച്ചി എന്നത്. പിന്നെ ഇനി ഒരു കുറച്ച് നേരത്തേക്ക് അമ്മച്ചിനെ കുറിച്ച് കണ്ടു വന്ന് സംസാരിക്കാൻ ഓരോരുത്തർ വരുന്നതായിരിക്കും. ആദ്യമായിട്ട് എന്താ വെച്ചാൽ അമ്മച്ചിയുടെ ആങ്ങളുടെ നല്ല കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. കാൽവരി ക്രൂശും മരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും ഞങ്ങൾക്ക് നിങ്ങൾ ലഭിച്ചിരിക്കുന്ന നല്ല പ്രത്യാശയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഈ താത്കാലിക ലോക ജീവിതത്തിൽ നിന്ന് പിന്നീട് ശ്രേഷ്ഠമേറിയ അനുഭവത്തിലേക്ക് പങ്കുവയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ബലമുള്ളകരങ്ങളിൽ സുരക്ഷിതയാണെന്നുള്ള നല്ല ബോധ്യത്തിൽ യാത്രയയപ്പാൻ തക്കോണം ഞങ്ങൾ എല്ലാവരെയും ശക്തീകരിക്കണം. ഒരുപാട് വേദനയാണെങ്കിലും കൂട്ടിച്ചേരാവുന്ന നല്ല പ്രത്യാശയിൽ ഉറപ്പുള്ളവരായി ഓരോ ദിവസവും മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. കൃപയുടെ കരങ്ങളിൽ വയ്ക്കുന്നു. മഹത്വം അവിടത്തേക്ക് തന്നെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കണം.
because I live, you shall also live. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും ശക്തിയുള്ള തിരുവചനമാണ്. എന്താണ് മരണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം തീർന്നു. അത് പുതിയ ജനറേഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിദ്യ കയറി എന്നൊക്കെയാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമേറിയ ഒരു അനുഭവമാണ്. മരണമെന്ന് പറയുന്നത് ശ്രേഷ്ഠമേറിയ അനുഭവമാണ്. എന്തുകൊണ്ടാണ്? That always reminds us about eternity. മരണമാണ് എന്നെയും നിങ്ങളെയും നിത്യതയെക്കുറിച്ചുള്ള ബോധവാന്മാരാക്കുന്നത്. That reminds us about eternity. നമ്മൾ ഈ ലോക വിഷയങ്ങളെക്കുറിച്ച് വല്ലാതെ ചിന്തിച്ച് ആകുലതയോടെ ജീവിക്കുന്ന മനുഷ്യരാണ്. ഓരോ മരണവും നമുക്ക് പഴയ അലാറം ക്ലോക്ക് ഉണ്ടല്ലോ, അത് അലാറം, ഇപ്പോഴത്തെ അലാറമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും, കിടന്നുറങ്ങും, അതടിക്കും, നമ്മളവിടെ ഞെക്കി എന്ത് ചെയ്യും? അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. അത് പിന്നെയും 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അടിക്കും, പിന്നെയും നമ്മൾ ഞെക്കും. എന്തിനാണെന്നറിയാമോ? ടു ഇഗ്നോർ ഇറ്റ്. നമ്മുടെ ഒരു വല്ലാത്ത സ്ട്രഗിൾ ഉണ്ട്. എന്നാണെന്നറിയാമോ? ഈ മരണമെന്ന് പറയുന്നത് ഒന്ന് ഇഗ്നോർ ചെയ്യണം. ബട്ട് ദാറ്റ്സ് എ റിയാലിറ്റി ദാറ്റ് വിൽ കം. ഞാനും നിങ്ങളും മരണമെന്ന ഗോപുരദ്വാരത്തിങ്കൽ കൂടെ കടന്നുപോയേ തീരൂ. അത് 10ാമത്തെ വയസ്സിലാകാം, 97ാമത്തെ വയസ്സിലാകാം. That makes no difference. We have to enter through the door of death. മരണമെന്ന ഗോപുരത്തിൽ കൂടെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. That reminds us about eternity. നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് നമുക്ക് തന്നത് ക്രിസ്തുവാണ്. അവൻ മരണത്തെയും ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റവും പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഓരോ വിശ്വാസിയുടെയും ഉറപ്പ് എന്ന് പറയുന്നത് എനിക്ക് യേശുവിനോടുകൂടെ ശ്രേഷ്ഠമേറിയ ഒരു വാസമുണ്ട് എന്നുള്ളതാണ്. ഈ മരണത്തെക്കുറിച്ചുള്ള ഒരു ശരിയായ ബോധ്യം അത് നമ്മളെ എപ്പോഴും നിത്യതയെക്കുറിച്ച് ഒരുങ്ങുക മാത്രമല്ല, നിത്യതയുടെ വെളിച്ചത്തിൽ to resettle, to re-evaluate our ethics in the light of eternity. നിത്യതയുടെ വെളിച്ചത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതക്രമം ഒന്ന് മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട്. മരണമെന്ന ഗോപുരദ്വാരത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകണം. പക്ഷേ എങ്ങനെ നാം അവിടെ, എപ്പോൾ നാം അവിടെ എത്തിച്ചേരും? ജീവിതത്തെ how do you assess your life? എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് അസസ് ചെയ്യുന്നത്? പണ്ടൊക്കെ ഒരു അസസ്മെന്റ് എന്ന് പറയുന്നത്, ഞാൻ 67 മദ്രാസിൽ വന്നു, കഷ്ടപ്പെട്ടു വളർത്തി. ഈ കഷ്ടതയുടെ വലിയ ഒരു ലിസ്റ്റ് നിരത്താനാണ് നമ്മുടെ താല്പര്യങ്ങളെല്ലാം. സ്ട്രഗിൾ, assessing our life as a struggle. If it is a struggle, you will fail. ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഞാൻ എൻ്റെ ജീവിതത്തെ കേവലം കഷ്ടപ്പെട്ട് പഠിച്ചു, കഷ്ടപ്പെട്ട് സമ്പാദിച്ചു, കഷ്ടപ്പെട്ട് ഭൂമി മേടിച്ചു എന്നുള്ള ഒരു അസസ്മെന്റിലാണെങ്കിൽ യു വിൽ ഫെയിൽ. കൺസിഡർ യുവർ ലൈഫ് ആസ് എ സാക്രിഫൈസ്. ജീവിതത്തിൽ ഞാൻ ഒരു സാക്രിഫൈസ് ആയിട്ട് ജീവിതത്തെ അസസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ യു ക്യാൻ റീസെറ്റിൽ യുവർ എത്തിക്സ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി. നിത്യതയുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഈ ലോക ജീവിതത്തെ റീസെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും. മരണം എപ്പോഴും that reminds us about eternity and demands us to resettle our ethics. ജീവിതത്തെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണ്ടേ? മരണം എപ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്നത് അതാണ്. ഒരു സാക്രിഫൈസ് ആയിട്ട് ജീവിതത്തെ കണ്ടാൽ തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള അല്ല ജീവിതം, എനിക്ക് എൻ്റെ രക്ഷകന്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജീവിതം എന്നുള്ള ഒരു പുതിയ കാഴ്ചപ്പാടിലോട്ട് നാം മാറേണ്ടതായിട്ടുണ്ട്. We need a new perception about life based on eternity.
നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ റീവാലുവേറ്റ് ചെയ്യുക. ഒരു സാക്രിഫൈസ് ആയിട്ട് എന്നും നമ്മുടെ ജീവിതത്തെ നാം വീക്ഷിക്കുന്നെങ്കിൽ അല്പസമയം ഒന്ന് അമ്മച്ചിയുടെ ജീവിതത്തെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും അത് സ്ട്രഗിളായിട്ട് കൺസിഡർ ചെയ്തോ ഒരു സാക്രിഫൈസ് ആയിരുന്നു. If it is a sacrifice that is profitable to have, if it is a struggle, you will fail. ജീവിതത്തെ ഒരു ബലിയായിട്ട് നാം കാണുന്നെങ്കിൽ എനിക്കും അല്ല, എൻ്റെ തലമുറയ്ക്ക് അല്ല, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരനുഗ്രഹമായി തീരുവാനായിട്ടുള്ളതാണ് എൻ്റെ ജീവിതം. മരണമെന്ന ഗോപുരതാരത്തിങ്കൽ വളരെ വേഗം നാം എത്തിച്ചേരും. എന്നാൽ ഒരു ബലിയായി അതിൽ കൂടെ കടന്നു പോകുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ that is success. അതാണ് ജീവിതത്തിന്റെ വിജയം. Gardener asked to pluck the flower. No reply. വീണ്ടും ചൂടെ ശബ്ദം കൂട്ടി അദ്ദേഹം ചോദിച്ചു, who plucked the flower? Then the master answered, I plucked it for my use. യജമാനൻ പറഞ്ഞു, ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എടുത്തു. That's life. എൻ്റെ ജീവിതമല്ല, എൻ്റെ ജീവിതം എൻ്റെ യജമാനന് വേണ്ടിയിട്ടുള്ളതാണ്. യജമാനന്റെ സമയത്ത്, അവൻ വിളിക്കുന്ന സമയത്ത് ഉറപ്പോടെ അവനോടൊപ്പം നിത്യതയിലേക്ക് കടക്കുവാനായിട്ടുള്ള ഒരു വലിയ ചലഞ്ചാണ് ജീവിതം. ഒരു വലിയ ചലഞ്ചാണ്. To enter into eternity with Christ, ക്രിസ്തുവിനോടുകൂടെ. അത് അത്യുത്തമമല്ലോ. More profitable. If it is a sacrifice, it is a gain. Otherwise, it is a waste of time. ജീവിതത്തെ ഒന്ന് നിത്യതയുടെ വെളിച്ചത്തിൽ റീവാലുവേറ്റ് ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചെറുപ്പം തൊട്ട് അമ്മച്ചിയുടെ ഒരു ചെറിയും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ അപ്പച്ചൻ്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു വലിയ സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഉണ്ടായിരുന്നു അപ്പച്ചനും അമ്മച്ചിയും. റിലേഷൻഷിപ്പ് ചെറുതെ admire. So ഇനി അപ്പച്ചൻ Life is short. Life is short. Death is sure. Sing the chorus. Life is short. Death is sure. Sing the chorus. പാപക്കാരാണ് മോശം വന്നത്. ആദാമും ഹവ്വായും പാപം ചെയ്തു. തോട്ടത്തിൽ നിന്ന് വെളിയിലാക്കി. ദൈവം തന്നെ വെളിയിലാക്കിയത്. എന്നിട്ട് ദൈവം അന്ന് രാത്രിയിൽ ഇങ്ങനെ വെളിയിലാക്കി. അന്ന് രാത്രിയിൽ ദൈവം തന്നെ സ്നേഹിക്കുകയാണ്. അപ്പോൾ അവന് വില കൊണ്ട് വിളിച്ച് അവരെ തന്നെ ഉടുപ്പിക്കുകയാണ്. അത്രയും കാലം അവർ നഗ്നം കാണുന്നില്ല. അവർ പാപം ചെയ്ത് അന്ന് അവരാണ് നഗ്നം കാണുന്നത്. പിശാച് അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും നമ്മുടെ മുമ്പിൽ പിശാച് നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ സമയത്തും ഏത് ഞാൻ ചിന്തിക്കുന്നു എന്നല്ല പിശാച് അനുഭവിക്കുന്നുണ്ട്. നല്ലതോ ചീത്തോ തിരഞ്ഞെടുക്കുന്നത് നമ്മളൊക്കെ തന്നിട്ടുള്ള ദൈവകൃപയാണ്. നമുക്ക് ഏതും തിരഞ്ഞെടുക്കാം. നന്മയാണ്. ഇപ്പം എനിക്ക് ഏതെങ്കിലും ഒരു ദേഷ്യം വരുമ്പോഴത്തേക്ക് അതാ അത് ചെയ്യേണ്ടതാന്ന് പറയാം. അതേ സ്ഥാനത്ത് വെച്ചാൽ വേണം എന്ന് ആലോചിക്കണം. എന്ന് പറയാനും എന്നെക്കുറിച്ച് ഒന്ന് ഇങ്ങനെ ഞാൻ ശാന്തമായിട്ട് പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉടനെ പിന്നെ അതിൻ്റെ എഴുതി പറയുകയില്ല. അവിടെ പച്ചപ്പയുടെ ജീവിതത്തിലുണ്ടായതെന്നാണ് വെച്ചാൽ പച്ച എഴുത്തിയാക്കിയിട്ടില്ല. ഇത്രയും കാലം ഈ 96, 97, മെയ് 25, 90 എന്നാൽ കൊച്ചമ്മ ശാന്തമായിട്ട് എല്ലാം മനസ്സിലായി. ഞാൻ നിങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങുന്നത് 1957 നവംബർ 30 തിരുവാതിരത്തിൽ നിന്ന് ഇറങ്ങി. നവംബർ 30 തിരുവാതിരത്തിൽ നിന്ന് ഞാൻ 5 മണിക്ക് ഇറങ്ങി. കുമാരനല്ലൂർ വന്നു. ബാബുവിനെ എൻ്റെ കൈ എടുത്തു, കൊച്ചമ്മയെ എടുത്തു. ഞങ്ങൾ ആലുവായി വന്നു.
ആലുവായിൽ നിന്ന് ട്രെയിൻ കയറി ഇവിടെ വന്ന് സെൻട്രൽ സ്റ്റേഷനിൽ ഡിസംബർ 1-ാം തീയതി സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങി അന്ന് മുതൽ ഈ 67 വർഷക്കാലം കൊച്ചമ്മ എന്നോട് ദേഷ്യമായിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു. ഒരു പ്രാവശ്യം പോലും എന്നോട് നീ എത്ര കാലം ചെയ്തെന്ന് പോലും ചോദിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങി അവർ ചെല്ലുമ്പോഴത്തേക്ക് കൊച്ചമ്മ എന്നോട് വരണ്ട, ഇവിടെ ഇരുന്ന മതി കൊച്ചമ്മ എന്ന് പറഞ്ഞിട്ട് കൊച്ചമ്മ അവിടെ വന്ന് കാല് വന്ന് എന്നെ കയ്യെ പിടിച്ചു വിട്ടുകയായിരുന്നു. സ്നേഹമാണ് നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുക. കൊച്ചമ്മയെ കണ്ടവരെല്ലാം മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. സ്നേഹമാം നിന്നെ കണ്ടവൻ നിന്നെ സ്നേഹിക്കാതെ ജീവിക്കുന്നു. ശേഷം സ്നേഹം പഠിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചു. കാൽവരിയിൽ അവസാനത്തോടെ രക്തം വരെയും നമ്മളെ ഓരോരുത്തർക്കുമായിട്ട് ചിന്തി നമുക്ക് ജീവൻ തന്നു, രക്ഷ തന്നു. കൊച്ചമ്മ സ്നേഹത്തോടുകൂടി എല്ലാവരോടും വരുന്നത് ഈ കുടുംബത്തെ കഷ്ടതകളും നഷ്ടങ്ങളും ഭക്ഷണങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ തരണം ചെയ്യാനുള്ള ജഡമേറിയ കൈത്താങ് കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്ഷിതാവായി തീർത്ത് നമുക്ക് ഓരോ കുഞ്ഞുങ്ങൾക്കും കിട്ടിയിരിക്കുന്ന കലാലയ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന ബലം എന്താണെന്ന് ചോദിച്ചാൽ അപ്പച്ചനും അമ്മച്ചി കർത്താവിനെ ആദ്യം ജീവിക്കുവാനുള്ള കൃപ ദൈവം തന്നു. ഈ ഞങ്ങൾ 8 മക്കളിൽ ഏറ്റവും മൂത്ത ഇയാളുള്ളതാണ് കൊച്ചമ്മ, അച്ഛനിച്ചായി, കുഞ്ഞിനമ്മ, പാപ്പച്ചൻ, ജോലിച്ചൻ, പുതിയച്ചൻ, ജോലിച്ചൻ, കുഞ്ഞുമോൻ, ജോലിക്കുന്നു. ആരോടെങ്കിലും ഒരു അനാവശ്യമായിട്ടൊരു വർത്തമാനം പറയാനായിട്ട് സഹോദരന്മാർ ഒത്തൊരുമിച്ച് ചോദിക്കുന്ന എത്ര ശുഭവും എത്ര ആ അനുഗ്രഹം കലാഞ്ചേരി കൊണ്ടിട്ടുണ്ട്. അത് തലമുറകൾക്കും കിട്ടിയിട്ടുണ്ട്. തലമുറകൾ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, ഒരു കാരണവശാലും ഈ ഭൂമിയിൽ ദീർഘായുസോട്ടിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയെയും തീരുമാനിച്ചു. ഇത് വാക്കത്തോടുകൂടി കൽപ്പന. ഈ ഭൂമിയിൽ ദീർഘായുസോട്ടിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയെയും ഇതിൻ്റെ രണ്ടാമത്തെ കത്തിൽ നിന്നാണ്. ആദ്യ കൽപ്പന തന്നിട്ട് രണ്ടാമത്തെ തന്നിരിക്കുന്നതാണ് എൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ. ഞാൻ എന്നെ സ്നേഹിക്കണം ആദ്യം, എന്നിട്ട് അയൽക്കാരനെ സ്നേഹിക്കണം. എൻ്റെ അയൽക്കാരനെ ഇത് ജീവിക്കാൻ അത് തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. ഞാൻ വിശ്വസിക്കണം, എൻ്റെ ദൈവം എൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ വലം കയ്യിൽ എൻ്റെ ദൈവം എന്നെ പിടിച്ചിട്ടുണ്ട്. എന്നെ അനാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യുവാനായിട്ട് എൻ്റെ പിശാച് എത്ര നടത്തിയാലും കർത്താവായ യേശുക്രിസ്തു 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് മലമുകളിൽ കയറുമ്പോൾ പിശാച് അവിടെ നിന്ന് ആഹാരം ചോദിക്കാൻ പറഞ്ഞു, കല്ലുകളോട് അപ്പമായി ചേരാൻ എന്നാൽ കർത്താവ് ഇതിനെ എല്ലാം ജയിച്ച് നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ചെയ്തു. ഇത് വിശ്വാസം. ഈ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വായിൽ നിന്ന് അനാവശ്യമായിട്ടൊരു വരികയാണ്. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പന നടക്കുന്ന മനുഷ്യൻ ഏവനും ഭാഗ്യം. അവൻ നാട്ടടിക്കേറ്റ് നട്ടിരിക്കുന്നു, തക്കകാലത്ത് ഫലം കായ്ക്കുന്നു, ഇല വാഴാത്തവും വൃക്ഷം പോലെ. അപ്പം ദൈവത്തെ നമ്മൾ പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾ, എനിക്കെൻ്റെ കുഞ്ഞുങ്ങളുമാണ് അല്ലാതെ ഇവിടെ ഇരിക്കുന്ന തലമുറകൾ തന്നെയായിരിക്കുന്നു. അവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവം കാലത്ത് നമ്മൾ എഴുന്നേറ്റോ നമ്മുടെ മുട്ട് വടക്ക്, നമ്മുടെ മുട്ട് വടക്ക് ദൈവത്തിന് മുന്നിൽ 5 നിമിഷം ഇരുന്ന് നമ്മളെ ഓർക്കാനുള്ളവരെല്ലാം ഓർത്ത് കഴിയുമ്പോൾ നടക്കുന്നത് എന്താണെന്ന് അറിയാവോ? വേറെ ആരും ലോകത്തിൽ ഒരു മനുഷ്യനെ കുമ്പിടുന്ന കഴിയില്ല. ദൈവത്തെ കാലത്തെ കുമ്പിടുന്ന ഒരു കാരണവശാലും മറ്റുള്ളവരെ നമ്മൾ കുമ്പിടേണ്ടി വരികയാണ്. ദൈവം അതിന് ഇടവെച്ചുകയില്ല. പിശാചമാർഗം നിൽക്കുന്നത്, പക്ഷെ പിശാചം നമ്മളെ കിട്ടിയത്. കൊച്ചമ്മയുടെ ജീവിതത്തിൽ കൊച്ചമ്മ ഓരോരുത്തരോടും പെരുമാറിയത് എല്ലാം സന്തോഷത്തോടുകൂടി എപ്പോൾ വന്നാലും ഏത് സമയത്ത് വന്നാലും പാത്രങ്ങളെല്ലാം നിരവധിയായിട്ട്
ബിരിയാണി, ചോറ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ കഴിഞ്ഞ 67 വർഷക്കാലവും, ഞാൻ 67 എന്ന് പറയുന്നത് ഞാൻ ബാബുവിനെ എത്തുന്നത് ഇങ്ങോട്ട് വന്ന് 67 വർഷം പറയുന്നത്. അന്ന് വരെ താമസത്താണ് താമസിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആവടിയിൽ വന്നത്. ആവടിയിൽ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും, ഏത് ചെറിയ കാര്യങ്ങളായിട്ട് സ്വച്ഛമ ഞാനിവിടെ എത്തും. അത് ദൈവം എനിക്ക് തന്നിട്ടുള്ളത് കുറയാണ്. ഇവിടെ എന്തെങ്കിലും കൊച്ചമ്മയുടെ ആവശ്യമുണ്ടോ ആ സമയത്ത് ഒരു ട്രാജഡി നടന്ന അടിയൻ്റെ മരണം, ആ സമയത്ത് ദൈവം ഞങ്ങളെ ഇവിടെ വരുത്തി. എന്നെയും ഡാഡിയെയും അങ്കിളിൻ്റെ ഞങ്ങൾ 3 പേരും ജാക്കറ്റുകൾ വന്നു അടിയൻ്റെ ഭൂത്തത്തിലിരുന്നു. 3 ദിവസം 4 ദിവസം നടക്കും. അതുകൊണ്ട് കൊച്ചമ്മയുടെ പെൻഷൻ കാശ് ഭൂരിപക്ഷവുമുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെയും പെൻഷൻ കിട്ടും. അതിൻ്റെ കാരണം എന്നൊക്കെ ഞാനും രാജ്യം ഞങ്ങളവിടെ ഇത് ആക്സിഡൻറ്റുള്ള മരണമാണ് ഞങ്ങൾ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ നടക്കുന്നത് ഇതെന്ന് ഓർത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നമ്മുടെ ദൈവം നമ്മളെ നടത്തും. ഇത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ വളർത്തുന്നത് ദൈവം കൊച്ചമ്മയുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും എല്ലാ സമയാസമയങ്ങളും ദൈവം നടത്തിത്തന്നു. അതിന് ദൈവത്തിന് കൃതി കഴിയുക. ഇപ്പം കൊച്ചമ്മ നമ്മളെ വിട്ടുപോയത് 7-ാം തീയതിയാണ്. 7-ാം തീയതി ഞങ്ങൾ 12 മണിക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഞാൻ തങ്ങമേ പോയി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വേലി അവിടെ വന്നിട്ടുണ്ട്, ആന്റി വന്നിട്ടുണ്ട്, ബ്ലസ്സി വന്നവിടെ. ഒരു ഹോസ്പിറ്റലാണ് നോക്കുന്നത്. ഇത് ഇൻറ്റൻസീവ് കെയർ ആണെന്ന് മാത്രമാണ്. ഈ ഇൻറ്റൻസീവ് കെയറിലാണെങ്കിൽ നമ്മൾ അകത്തോട്ട് ഞങ്ങൾ കയറി ദൈവം അനുവദിച്ചെന്നു വെച്ചാൽ ഞാൻ ദൈവത്തിന് സ്തുതി കരയറ്റുന്നതെന്ന് വെച്ചാൽ അത് അകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞ ഉടനെ ദൈവം എന്നോട് പറയുകയാണ്, അച്ഛാ നമുക്ക് പ്രാർത്ഥിക്കണം. ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒരു ഗൗമായി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഞങ്ങളവിടെ വന്ന് ഡോക്ടർ ഓടി വന്നു. ഇപ്പം അങ്ങനെ നിലയ്ക്കുന്നു. ഡോക്ടർ ഓടി വന്ന് പിന്നെ ദൈവം തങ്ങളുടെ അവിടെയും ഞങ്ങളെ എല്ലാവരെയും നിർത്തി. ആനി UK നിന്ന് ആദ്യം വെച്ച്, തിരുവനന്തപുരത്ത് നിന്ന് വെച്ച് ഞങ്ങളെ എന്നെയും തങ്ങനെയും ആ സമയത്ത് അവിടെ ഇരുത്തി. പെട്ടെന്ന് അന്ന് മുതൽ ഇന്ന് വരെ വേർപാടിൻ്റെ ആ സമയത്തും പാപ്പത്തിൻ്റെ വേർപാടിൻ്റെ സമയത്ത് ഞാനവിടെ ഉണ്ട്. അതൊക്കെയുണ്ട്. ഞാനാണ് പാപ്പത്തിൻ്റെ വന്ന് ഇന്ന് പറഞ്ഞു പെട്ടെന്ന് വേർപാടിൻ്റെ സമയത്ത് ദൈവം എന്നെ അവിടെ നിർത്തി. ഞാൻ ദൈവത്തിന് സ്തുതി കരയുകയാണ്. നമ്മുടെ ദൈവം തലമുറകളെ അനുഗ്രഹിക്കുന്നു. ഭയപ്പെടാനായിട്ട് അണിഞ്ഞാൽ നമുക്ക് ദൈവാത്മാവാണ് നമ്മളെ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ കർണാടക കൂട്ടായ്മയെ പറ്റി പറയുമ്പോൾ പ്രാർത്ഥന ശരിയായ ഇത്രയും സന്തോഷമുള്ളൊരു കാര്യം നമ്മുടെ എഴുതി അത് ആരംഭിച്ചു. സന്തോഷം അത് ആരംഭിച്ചു. ഇന്ത്യയോടൊന്ന് നടത്തിക്കൊണ്ട് പോകുന്നു. അതെന്താണ് ആ പ്രയാസം? എന്താണ് മേൽക്കുമേ കല്ലാഞ്ചേരി കുടുംബത്തെ അനുഗ്രഹിക്കാൻ എല്ലാ കുഞ്ഞുങ്ങളും വേദവസവും പ്രാർത്ഥിക്കാൻ, വേദവസമൊക്കെ വായിക്കാനും പ്രാർത്ഥിക്കാനും ആ രംഗം ഇന്ന് എല്ലാ ശരി ഞായറും ദൈവത്തോട് അടുത്ത ജീവിക്കാൻ കുഞ്ഞുങ്ങൾക്ക് ദൈവം സാവകാശം കൊടുത്തു. നമ്മൾ ദൈവത്തിന് സ്ഥിതി കരയിട്ടുണ്ട്. സദാ നമ്മുടെ ആവശ്യങ്ങൾ എങ്ങോട്ടാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്തിനോട് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഗങ്ങളെ യഹോവയെ ഭരണേൽപ്പിക്കുക, അവനത് നിർവഹിക്കും. അല്ല ഞാൻ എനിക്ക് ഭാഗമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കർമ്മയുടെ നിർവഹിച്ചുകൊണ്ട് ഇന്ന് വരെ എൻ്റെ ആവശ്യം ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥന സമർപ്പിച്ചു. ദൈവം ഇന്ന് വരെ ഞാൻ ബിഎക്ക് പോകുന്നു. കഴിഞ്ഞ ആഴ്ച പച്ചക്കറി അർപ്പണം ചെയ്യുന്നത് അല്പമുണ്ട്. അല്ലെങ്കിൽ 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ ചെല്ലെടുത്തിന്ന് തോന്നുന്നു അക്കാമച്ചക്കയാണ് ഞാൻ പെട്ടെന്ന് അക്കാമച്ചക്കയൻ തന്നെ അക്കാമച്ചക്കൻ്റെ ഫോണിലോട്ട് തന്നെ വിളിച്ചപ്പോഴത്തേക്ക് മോനെടുത്തു എന്നടാ എന്ന് ചോദിച്ചു. അവൻ സാധാരണ എടുക്കുന്നില്ല, അവൻ ആദ്യമായിട്ട് എടുക്കുന്നതായിരുന്നു എൻ്റെ ഫോൺ. അവനെ എടുത്തു.
ഇത് അല്പം കുറവാണ്. ഓക്സിജൻ നമുക്ക് വേണ്ടി 90 അപ്പം പറഞ്ഞിട്ട് 85 വരും. ആ 85 അത് കഴിഞ്ഞ് ഉച്ചക്ക് നേരം കഴിയുമ്പം പിന്നെ 85 മുന്നോട്ട് പോയി. ഏതായാലും അന്ന് രാത്രി ഞാൻ 3 മണിക്കാണ്. അത് ഉടനെ ബാബുവിനെ വിളിച്ചു. ബാബു എന്നോട് പറഞ്ഞു അമ്മച്ചിക്ക് ഇങ്ങനെ ഇച്ചിരി വേരിയേഷനാണ് കാണിക്കുന്നത്. അന്നേരം അവർ രണ്ടുപേരും സന്തോഷം മുഖ്യവാക്കി ശ്രദ്ധിച്ചു. ദൈവം കരുണ ചെയ്തു, നോക്കി 2 ദിവസം അവിടെ കണ്ട് എല്ലാവരെയും അറിയിക്കണം. ഞാൻ അപ്പം തന്നെ എല്ലാവരെയും അറിയിച്ചു. ദൈവം നമ്മൾക്ക് ചെയ്ത നന്മകളെ ഓർത്ത് നമ്മൾ ദൈവത്തെ നമ്മളാൽ ഒന്നും സാധ്യമല്ല, നമ്മളല്ല അസാധ്യം, എന്നാൽ എല്ലാം സാധ്യമാണ് ദൈവത്താൽ. കൊച്ചമ്മയുടെ ജീവിതം നമ്മളെ അത് പഠിപ്പിച്ച് കൊണ്ടുവന്നതിന് അവസാനം വരെ ശ്വാസം പോകുന്ന സമയത്ത് ദൈവം എന്നെ അവിടെ നിർത്തി ഫിറ്റ്നസ്സായിട്ട് ദൈവം ചെയ്യുന്ന നന്മകൾ കണ്ടാൽ നന്ദി പറഞ്ഞിടുവാൻ നാളിൽ പോരാ, നാവിത് പോരാ, ആയുസ്സും ഇത് പോരാ. ദൈവം ചെയ്ത നന്മകൾ കണ്ടാൽ നന്ദി പറഞ്ഞിടുവാൻ നാളിത് പോരാ, നാവിത് പോരാ, ആയുസ്സും ഇത് പോരാ. അല്ലാതെ ദൈവത്തെ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവം നാളത്തേക്ക് മാറ്റിയിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്ത ദൈവമല്ല, അപ്പോഴപ്പം അന്നേരം നമുക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ ദൈവത്തെ അന്ന് മുതൽ ഇന്നുവരെയും ഞാൻ തിരിച്ച് സ്തോത്രം ചെയ്ത് വാഴ്ത്തി വന്നിരിക്കുന്നു. തലമുറകളും അത് തന്നെ അംഗീകരിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളാണ് ദൈവത്തിന്. ഇപ്പം അടുത്ത തലമുറയിൽ എടുക്കുകയാണെങ്കിൽ അവരെല്ലാം നല്ലതുപോലെ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നതാണ്. ഇത് തന്നെ ഒരു ഭാഗ്യമാണ്. ഞങ്ങൾ കിട്ടിയിരിക്കുന്ന കലാലയത്തിൽ ഞങ്ങൾ 8 പേരാണ്. 8 പേരിൽ ഇപ്പം കൊച്ചമ്മ കടന്നു പോകുന്നത് 6 പേരും കടന്നു പോയിരിക്കുന്നു. ഇനി ഞാൻ തിരുവനന്തപുരത്തെ അച്ഛനും ചാനും മാത്രമാണ്. ഞങ്ങൾ 2 പേരാണ്. 8 അതിൽ 6 പേര് പോയി. എന്നാൽ ഈ 6 പേരും ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴിയാണ് നടക്കുന്ന ഏവനും പറഞ്ഞു അവൻ ആശ്രയിക്കുന്ന കൊച്ചമ്മയുടെ ജീവിതത്തിൽ കൊച്ചമ്മ സ്വർഗരാജ്യ അവകാശമാക്കിയതാണ്. കുഞ്ഞുങ്ങളെ അവകാശപ്പെട്ടുള്ള വേണ്ടത് പോലെ കൊടുത്തതാണ്. ഇതിൻ്റെ എല്ലാം നമുക്ക് ദൈവത്തിൻ്റെ സ്ഥിതി വരേക്കാം. ഇന്നും കാലത്ത് ഇവിടെ വന്നു പ്രാർത്ഥിക്കാനായിട്ട് ആൾക്കാർ നേരത്തെ അക്ഷീവായി ദൈവത്തിന് മക്കൾ കഴിയുകയാണ്. കൊച്ചമ്മയുടെ ജീവിതം കൊണ്ട് ഇവിടെ വന്നു കാണുന്നു. MT സെമിനാറിൽ ആദ്യമായിട്ട് പാസ്സാകുന്ന BSSC പാസ്സാകുന്ന കൊച്ചമ്മയാണ്. അക്കാമച്ചെടിയാണ്, അക്കാമയാണ്. അക്കാമമാണ് ആദ്യമായിട്ട് MT സെമിനാറിൽ BSSC പാസ്സായത്. എന്നാൽ അക്കാമച്ചെടിയാണ് കൂട്ടത്തിൽ ഐസ്ലാൻഡ് അഡ്വാൻസ്മെന്റ് ഐസ്ലാൻഡ് മകളെ കൂട്ടുപോയി കൊച്ചമ്മ ജയിച്ചു. അന്ന് വന്നാണ് ഇന്നും പള്ളിയിലെ ഇവിടുത്തെ പള്ളിയെ തീർച്ചയായി പള്ളിയിലെ ഇവിടെ നിന്നും കൂടെ പ്രശ്നം പറയുകയാണ്. ആദ്യത്തെ പേര് അക്കാമച്ചെടിയാണ്. കൊച്ചമ്മ എല്ലായിടത്തും വന്നത്. ജീവിതത്തിലെ 8 മക്കളിൽ ആദ്യം ജനിച്ചത് കൊച്ചമ്മയാണ്. ആ കൊച്ചമ്മ ഇന്ന് നമ്മളെ വിട്ട് വേർതിരിക്കുന്നു. നമുക്ക് ദുഃഖമുണ്ട്, വേർപാട് എപ്പോഴും പ്രയാസം. എന്നാൽ വേർപാട് ഇത് ദുഃഖമല്ല, ഇത് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ദൈവത്തിന് സ്തുതികരേക്കുന്നത് കുഞ്ഞുങ്ങളെല്ലാം ഭാവനെയും കുടുംബത്തെയും മോനെയും കുടുംബത്തെയും ആനെയും കുടുംബത്തെയും മോനെയും കുടുംബത്തെയും എല്ലാവരെയും ദൈവമാണ് കുഞ്ഞുങ്ങളായിട്ട് വളർത്തി നടത്തി. അത് നമുക്ക് ദൈവത്തിന് സ്തുതികരേക്കാം. മൂലമായി മിന്നി വിളങ്ങുന്ന വാടും വായിലേന്തി കണ്ണിനെരിജാതൻ മുന്നിൽ പോയിടാൻ ദുർഘട പർവ്വത താഴ്വരയല്ലോ നീ. സഹായിച്ചു. വലിയ ബന്ധം നേരിൽ കണ്ടിട്ട് ഇല്ലായെങ്കിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. മസ്കറ്റിലായാലും കുറച്ച് ഒരുപാട് കേട്ടു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് റിട്ടയർഡായി വന്നതിന് ശേഷം ട്രിവാൻഡ്രത്ത് സെറ്റിലായി. ഡിസൈൻ ഓഫീസിൽ പോലെ സ്വന്തമായിട്ട് എപ്പോഴും പറയാനുള്ളത് ഇന്ത്യയൊക്കെ കുറിച്ചാണ്. ഡിസൈനോട് ഓർമ്മിച്ചതുപോലെ ഈ സെമിനാരിൽ ആദ്യം ESLC പാസ്സായ ആദ്യത്തെ വനിതയാണ്, ആദ്യത്തെ മകളാണ്.
ഒത്തിരി ഒരു ദിവസം ആഴ്ചയിൽ 2 തവണ അവിടെ പോകുമ്പോൾ അമ്മ ഈ അമ്മച്ചിയെക്കുറിച്ച് വളരെയധികം പ്രശംസിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. അമ്മച്ചിയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് കൊടുത്ത ജീവിതകാലം സന്തോഷത്തോടും സമാധാനഭാവത്തോടും കൂടി ചെയ്യുകയും നിങ്ങളെ വളർത്തുകയും അവരെ ദൈവകൃപയിൽ നിലനിർത്തുകയും അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും അവരുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദേശത്ത് നിന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള അമ്മച്ചി ആണ് ഈ അമ്മച്ചി നമ്മെ കണ്ടുപോവുകയാണ്. നമ്മൾ പപ്പ എപ്പോഴും പറയും അമ്മച്ചി പ്രാർത്ഥിച്ച முழங்க பாலகன ஜானடு நடுங்க பாலகன ஜானடு நடுங்க பரிசுத்தோர் திரள் மனதிருங்க மரித்தோர் எவரோ உயிர்த்தெழுவா வானைய கால தோனி முழங்க போவியோ வையகமோ மட மடவந்து நிலை பெயரு வானோ போவியோ வையகமோ மட மடவந்து நிலை பெயரு ஆன பொருள் எல்லாம் மகனோடு ஆன பொருள் எல்லாம் மகனோடு அவரவர் தாத்தம் வரிசையிலே மறித்தோர் எவரோ உயிர்த்தெழுவார் வானைய காண தொனி முழங்க அழிவுள்ளோராய் அழிவுள்ளோராய் விதைக்கப்பட்டோ அழியாமே அடைந்திடுவார் எளிய ரோபமாய் விதைக்கப்பட்டோ எளிய ரோபமாய் விதைக்கப்பட்டோ உயிர்த்தெழுவார் வானைய காண தொனி முழங்க சங்கீதம் 1. ஆண்டவரே தலைமுறை தலைமுறையாக தேவரீர் எங்களுக்கு வாசஸ்தலமாக இருக்கிறீர். பர்வதங்கள் தோன்றும் பூமியை உலகத்தையும் நீ உருவாக்கும் அதி ஆயத்தமில்லாத சதா காலங்களும் நீரே கடவுள். நீர் மனிதரை திரும்பவும் புழுதியாக்கி மனுப்புத்திரனே திருப்புகள் இருக்கிறீர். உமது பார்வைக்கு 1000 வருஷம் கழித்து போன நேற்றைய தினம் போலவும் ராட்சாவும் போலவும் இருக்கிறது. அவர்களை வெள்ளம் போல் வாரிக்கொண்டு போகிறேன். சிறுமை தாட்சி அடைகிறனே தேவபிதா எந்தன்மே பனல்லோ சிறுமை தாட்சி அடைகிறனே. 70 வருஷம் பலத்தின் மிகுதியால் 80 வருஷமாக இருந்தாலும் அது சஞ்சலம் வருது. ஆனால் அருமையான தாயாருக்கு நீதிமான் மரித்து போகிறார். கவலைப்படுவார் யாரும் இல்லை என்ற திருமறை வாக்குத்தத்தம் செய்திருக்கின்ற வண்ணமாக அருமையான தாயார் அவருடைய நீதிமான். அதற்கு திருச்சபை சாட்சி, நாங்கள் சாட்சி. அவர் மரித்து போயிருக்கிறார், அவர் மரித்து போகவில்லை, அவர் தேவனுடைய சமூகத்தில் இருக்கிறார். இந்த உலகத்தில் பிறந்த ஒவ்வொருவரும் ஜனன நாடு விதமாக குறிக்கப்படுகிறதோ அவ்விதமாக மரண நாடும் குறிக்கப்படுகிறது. அந்த மறுநாள் குறிக்கப்படுகிறது அவருடைய ஆத்மா. நீதிமாய் இருக்கின்றவர்கள் தேவனுடைய சமூகத்திலே இருக்கிறார்கள். இடைப்பாரி பரமாக எடுத்துக் கொண்டிருக்கின்றார். எனவே பிரசங்கி சொல்கின்ற வண்ணமாக இது என்ன விதமாய் சம்பவிக்கும். இதிலே காட்டிலும் நாங்கள் சஞ்சலத்தோடு பாரத்தோடு கவலையோடு இருக்கிற வேளையில நீங்கள் நடுவரை இருக்கின்ற தேவன்.
അമ്മായിമ്മ എന്ന് പറഞ്ഞു. എൻ്റെ ഫാദർ പറഞ്ഞു നേരെ അങ്ങനെ സംസാരിക്കരുത്. എൻ്റെ അമ്മച്ചി അന്ന് മുതൽ ആ വാക്ക് ഉപയോഗിച്ചു. ഈ സമയക്കുറവാണ് എപ്പോൾ ഒത്തിരി അമ്മച്ചിയെ പറ്റി പറയാനുണ്ടെങ്കിലും ജീവിക്കുന്ന സാക്ഷിയായിട്ട് ഈ 97 വയസ്സ് വരെയും അമ്മച്ചി ജീവിച്ചു. സാധാരണ സ്ത്രീകളിൽ കാണാത്ത ഒരുപാട് നല്ല ഗുണങ്ങൾ അമ്മച്ചിയെ പറ്റി പറയാനായിട്ട്. പലപ്പോഴും അമ്മച്ചി ക്ഷീണാവസ്ഥയിലായിരുന്ന സമയങ്ങളിൽ ഞാൻ കൂടെ ഞങ്ങൾ വിളിക്കുമ്പോൾ ആവശ്യം അപ്പം അമ്മച്ചിയുടെ അറ്റൻഷൻ മാറ്റാൻ വേണ്ടി എത്രത്തോളം ആഹാരം കൊടുക്കാൻ വേണ്ടി ബാക്കിയുള്ള ശ്രമിക്കും. ബേബി സംസാരിക്കാൻ പറയും. അപ്പം ഐ യൂസ് ടു വൈറ്റ് അമ്മച്ചിയെ കൊണ്ടത് ഒന്ന് തമാശ പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ തമാശയായിട്ട് അമ്മച്ചിയോട് ചോദിക്കും, അമ്മച്ചി ഇന്ന് എന്തുവാ അമ്മച്ചി കറി വെച്ചത്? കറി എന്തുവായിരുന്നു? അപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മയായിരുന്നെങ്കിൽ പറഞ്ഞാൽ എടാ ഇന്ന് സാമ്പാർ, ഇന്നലത്തെ സാമ്പാറാണ് ഇന്ന് കൊണ്ട് തന്നെന്ന് പറഞ്ഞു. അല്ല ഇന്നലത്തെ മീൻകറി ആയിരുന്നു ഇന്നും അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഈ അമ്മച്ചി ഒരു മിനിറ്റ് പോസ്റ്റ് ചെയ്തിട്ട് അമ്മച്ചി പറയും എടാ ഉള്ളത് തന്നു. ഞാൻ സാധാരണ ഒരു സ്ത്രീകളും അതിനോട് ഉൾപ്പെട്ടു പോകുന്ന ഒരു മാതാവായിരുന്നു ഈ അമ്മച്ചി. അമ്മച്ചിയെ എപ്പോൾ വിളിച്ചാലും അമ്മച്ചി 2 പാട്ട് പാടാതെ അമ്മച്ചി ഫോൺ വെക്കില്ല. ലാസ്റ്റ് വിളിച്ചപ്പോഴും അമ്മച്ചി പാടിയ പാട്ട് എപ്പോഴും അമ്മച്ചി പാടുന്നത് ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം യഹോവ. ഈ പാട്ട് അമ്മച്ചിയുടെ ഫേമസ് പാട്ടാണ്. എപ്പോഴും അത് പറഞ്ഞുകൊണ്ടാണ് അമ്മച്ചി കഴിഞ്ഞ 4-5 വർഷക്കാലം അമ്മച്ചി ജീവിച്ചിരുന്നത്. മറ്റ് വ്യാകുലതകളൊന്നുമില്ലെങ്കിൽ അമ്മച്ചി സർവ്വസമയം TV വെച്ച് സ്പിരിച്വൽ മെസ്സേജ് മാത്രം കേട്ട് തന്നെ ആയുഷ്കാലം കഴിച്ചത് മാതാവാണ്. മറ്റൊന്നിനെ പറ്റി വ്യാകുലപ്പെട്ടിരുന്നില്ല അമ്മച്ചി. മക്കളുണ്ടായി, കൊച്ചുമക്കൾക്കും മക്കളുണ്ടായി. കഴിഞ്ഞ സെപ്റ്റംബറിൽ എനിക്ക് എൻ്റെ മോനെ ആഗ്രഹമുണ്ടായി, അവൻ ഇവിടെ ജനിച്ചോളെന്ന് പറയുന്നത്. അവനോട് പറഞ്ഞു, പപ്പ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് അമ്മച്ചിയെ കൊണ്ട് കാണിക്കും, അമ്മച്ചിയുടെ അനുഗ്രഹം എനിക്ക് വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ ഇവിടെ കടന്നുള്ളത് 2 ദിവസം അവൻ കൂടെ നിൽക്കുകയും കൊച്ചു കുഞ്ഞിനെ കൊണ്ട് അമ്മച്ചിയുടെ അടുത്ത് കൈവച്ചു അനുഗ്രഹിച്ചു. ഇതേപോലെ ഒരുപാട് എനിക്ക് പറയാറുണ്ട് അമ്മച്ചിയെ പറ്റി. സമയത്ത് നിർത്തട്ടെ. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ദൈവം തന്നു, ദൈവം എടുത്തു. She is not present here, but we know that she is somewhere present. She is absent from the world, but she is present somewhere. നമ്മളാണ് ക്രിസ്ത്യാനിയുമായ നമ്മുടെ ദൈവമക്കളായ നമ്മുടെ ലോകത്തിന്റെ വിശ്വാസമാണ്. നമ്മുടെ അമ്മച്ചി നടന്ന വഴികളും അമ്മച്ചി ഓടി നടന്ന സ്ഥലങ്ങളൊക്കെ ഇനി നമ്മുടെ മെമ്മറിയിലേ ഉള്ളൂ. അമ്മച്ചി ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. പക്ഷെ നമുക്കൊരു വിശ്വാസമുണ്ട്, അമ്മച്ചിയുടെ ആത്മാവ് ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നമ്മളും ഈ ജീവിതമോ പുല്ലിനെ പോലെ ഇന്ന്
ലോകമരുഭൂവിൽ മറ്റേരാശ്രയം തേടി ശോക കൊടുങ്കയിലയോ വീഴുന്നു പാടി ശോക കൊടുങ്കയിലയോ വീഴുന്നു പാടി ദൈവമക്കൾ നമുക്കു സ്വർഗം ആ സ്വന്ത ദേശം കേവലമീ പാരിടമോ വെറും പരദേശം കേവലമീ പാരിടമോ വെറും പരദേശം മൺമയമാമീ ഉലകിൽ കാണുന്നതുമായ വന്മതിമാദന സുഖങ്ങൾ സകലവുമായ വന്മതിമാദന സുഖങ്ങൾ സകലവുമായ ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാനാശയാൽ കാത്തിരുന്ന എന്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നീണ്ടിടും നീ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും நான் பாக்ஸ் வெளியே எடுக்கிறேன் நீங்கள் அப்படியே எடுத்துங்க வெளியே രണ്ട് ഷീറ്റാ രണ്ട് ഷീറ്റ് ഇവിടെ പിടിക്കണം സെൻട്രൽ തല തല പക്ഷേ തുണി മടക്കി വെച്ചാലും മതി. ഇത് പുറത്തു പോകും. സൈഡിലോട്ട് വെച്ച്
எல்லாம் இயேசுவே எனக்கெல்லாம் இயேசுவே கொள்ளை மீதும் உலகில் துணை இயேசுவே கொள்ளை மீதும் உலகில் துணை இயேசுவே எல்லாம் இயேசுவே எனக்கெல்லாம் இயேசுவே கொள்ளை மிகும் இவ்வுலகில் துணை இயேசுவே போதக பிதாவுமே போக்கினில் வரத்தினில் போதக பிதாவுமே போக்கினில் வரத்தினில் ஆதரவு செய்திடும் கூட்டாளியும் எல் தோழனும் எல்லாம் இயேசுவே எனக்கெல்லாம் இயேசுவே கொள்ளை மிகும் இவ்வுலகில் துணை இயேசுவே. ஆண்டவரே என் மேய்ப்பர், எனக்கு ஏதும் குறைவில்லை. பசுப்புன் வெளி மீது என்னை அவர் இளைப்பாற செய்கிறார். அமைதியான நீதிகளுக்கு என்னை அழைத்து செல்கிறார். அவர் எனக்கு புத்துயிர் அளிப்பார். தம் பெயர்க்கேற்ப என்னை நீதி வழியிலே நடத்துவார். மேலும் சாவின் இருள் சூழ் பள்ளத்தாக்கில் நான் கடக்க நேர்ந்தாலும் நீர் என்னோடு இருப்பதால் எத்தீங்குக்கும் அஞ்சிலே. உம் கோலும் நெடுங்கழியும் என்னை தேற்றும். என்னுடைய எதிர்களின் கண் முன்னே எனக்கு ஒரு விருதனை ஏற்பாடு செய்கிறேன். என் தலையில் நறுமண தைல பூசுகிறேன். எனது
பாத்திரம் நிரம்பி வழிகின்றது. என்னை விசுவாசிக்கிறவன் மரித்தாலும் பிழைப்பான், உயிரோடு என்று விசுவாசிக்கிறவன் என்றென்றைக்கும் மரிப்பதில்லை என்று சொன்ன என் நல்ல தந்தையே, உங்கள் உள்ளங்கள் எல்லாம் கலங்காதிருப்பதாக. தேவனிடத்தில் விசுவாசமாய் இருங்கள், என்னிடத்திலும் விசுவாசமாய் இருங்கள். என் பிதாவின் வீட்டிலே அநேக வாசஸ்தலங்கள் உண்டு. நானே வாழ்வும் வழியும் சத்தியம் ஜீவனுமாய் இருக்கிறேன் என்று எங்களுக்கு ஆறுதல் படுத்துகிறவரே, இப்பொழுது மண்ணுலக வாழ்வை பிறந்து விண்ணுலக வாழ்க்காக தன் பயணத்தை தொடங்கியிருக்கிற அமேருக்காக நாங்கள் மன்றாடுகிறோம். அவரை நாங்கள் அடக்க ஆறதன் மூலமாக நீர் மறித்தீர், ஆனாலும் சதா காலம் உயிரோடு இருக்கிறேன் என்பதை நாங்கள் நினைவு கூறும்படியாய் அவர் அடக்கத்துக்கு எத்தனமான பணிகளை நாங்கள் செய்கின்றே ஆவியனர் தாமே ஒவ்வொருவரோடு கூட இருக்கும்படியாய் ஆற்றி தேற்றி பலப்படும்படியாய் நீரே நல்ல மேய்ப்பாய் இருக்கும்படியாக இந்த நாட்கள் நாங்கள் வேண்டுதல் செய்கிறோம். இந்த நேரத்திலே இழந்த உள்ளங்களை திருக்கரமும் படைக்கிறோம். உள்ளங்களை நீர் ஆற்றல்படுத்தி பலப்படுத்தி சமாதானம் செய்யும்படியாக நாங்கள் வேண்டுதல் செய்கிறோம். மீதியான நேரங்களை திருக்கரம் அர்ப்பணிக்கிறோம். எல்லா ஆண்டவரும் ரட்சகரும் வீட்டுமாக்கி இயேசு கிறிஸ்து மூலமாய் மன்றாடி ஜெபிக்கும் ஜீவனுள்ள நல்ல தந்தையே, பரமண்டலத்தில் பிதாவே, நாமம் கஷ்டப்படுவதாக, ராஜ்யம் வருவதாக, சித்தம் ஒன்றே செய்யப்படுவதாக, மன்னியும் ராஜ்யமும் வல்லமையும் மகிமையும் நம் ஆண்டவராகிய இயேசு கிறிஸ்துவின் கிருபையும் பிதாவாகிய தேவனுடைய அன்பும் தூய ஆவியினருடைய மாஸ்டர் வழிநடத்தல் குறிப்பாக இந்த நேரத்தில் கடலில் இலைப்பாரிப்பட்டிருக்கிற அம்மையரோடும் அவருடைய பிரிவால் வாடுகிற உள்ளங்களோடும் நடக்க இருக்கிற அடக்க ஆராதனோடும் அடக்கத்தோடும் இன்றும் இன்று சதா காலங்களோடும் நீடித்து நிலைத்திருப்பாராக. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி, என்னுடைய சாமத்தை ஸ்தோத்திரி, என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி. நண்பர்கள், உங்களுக்கு இறுதி அஞ்சலிக்கு ஆலயத்தை முழுக்கிறதுக்கான நேரம் கூட நீங்கள்லாம் வேன் இருக்குல்ல, நீங்கள் வேனை ஏற்பட்டு ஏற பிற்பாடு அம்மாவுடைய இந்த வண்டி எல்லாம் நீங்கள் கிளம்புங்க. காலையில் 5 மணி நான் வண்டியில் நம்ம சீக்கிரம் ஹாஸ்பிட்டல் சொல்லுமா. கேக்குதா எனக்கு? எந்த பேங்க்கு? சரி சாப்பிட்டேம்மா. நான் சாப்பிட்டேம்மா. தெய்வம் ரெக்கார்ட் ஆகணும் பேசுறது. வீடியோ எடுத்துங்கிறேன். രാത്രിയിൽ ദൈവത്തിന്റെ കൈകളിലോരങ്ങിടുമ്പോൾ
വരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയെ അല്പമാവിശപ്പിന് സ്വൽപ്പവേ അല്പമാവിശേഷം ഫലമേത്ര മധുര വേണ്ട വേണ്ട ഭൂപ്രേപീഡ വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിട നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗ്ഗത്തിൽ ജീവവൃക്ഷത്തിൽ ജീവവൃക്ഷത്തിൽ എന്നെ ഏൽപ്പാനായി ദൈവദൂതൻ വരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശാലി തരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശാന്തി തരുന്നു നേരം മാത്രം എൻ്റെ ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നീ அங்க போயிட்டுமா பசுண்டி எல்சி கேரியா தம்பிப்பா இதெல்லாம் வாங்குவாங்க பெட்ரோல் வாங்குவாங்களா அதிகமாக இருக்கியா நான் சொல்லுவான் பேக் விட்றேன் பெருகிட்ட விடுவாங்க
அவர் கடைசி நாட்களில் நிற்பார் மற்றும் நாங்கள் மாம்சத்திலிருந்து அவரை பார்ப்பேன், அவரை நானே பார்ப்பேன், மருத்துவம் கண்டதல்ல என் கண்களை பார்க்கலாம். உலகத்திலே நாம் ஒன்று கொள்வதில்லை, இதிலிருந்து நாம் ஒன்று கொண்டு போகக்கூடாது என்பது நிச்சயம். இயேசு சொந்தங்களை வாழ்த்தி பகிர்ந்தேன். தந்தை மைந்த தூயாவிலாக அவரை வாழ்த்து நாம் இரவு மன்றாடுவோம், செல்வம் செய்வோம். அருமையான என்னுடைய தாயார் திருச்சபையில மூத்த உறுப்பினர் திருமதி நீங்க ஆய்வை வெறுமுள்ள வாழ்வை நீங்கள் ஒரு கரு செய்தியில் அதற்காக நெரிசலிருக்கிறோம். நான் விட்டு வருவதற்கு ஒரு கைவிடுதல் என்ற திருமுறை வாக்குறுதிட்ட பிரகாரமாக அவருடைய உலகத்தில் வாழ்ந்த காலத்தில் அவரோடு கூட இருந்து அதற்காக நெரிசலிருக்கிறோம். ஆண்டவர் அவருடைய விசுவாசத்திற்காக, அவருடைய அன்புக்காக, அவருடைய பக்தி வைராக்கியத்திற்காக, உமீது அவர் கொண்டிருந்த வாக்கியத்திற்காக நன்றி செலுத்துகிறோம். அவருடைய ஆத்மா ஒரு சமயத்திலே பிரீதியாக இருப்பதற்காக நாம் நன்றி செலுத்துகிறோம். இந்த நாளில் அவர் நல்லடக்க செய்யத்தக்கதாக ஆண்டவரே எங்களுக்கு ஆண்டவரை வழிநடத்த வேண்டுமா என்று தருகிறோம். ஆண்டவருக்கு ஆறாவது இந்த பிரச்சனை வெளிப்பட்டு எங்கள் ஆயிரம் மூலமாக ஆண்டவரை நீங்கள் பேசப்படுகிறது. ஆண்டவர் வார்த்தைகளை குடும்பத்தின் மக்களுக்கு ஆண்டவரை மெய் சமாதான தருவதில் வாக்கியங்களாக உதவி செய்யும். எனவே அந்த நேசம் மூலம் ஜபத்தியெல்லாம் தந்தையே ஆகும். ஆண்டவம் அகிலுக்காக நாம் அனைவரும் அமர்ந்து கொண்டு வாழ்வி உம்மண்டை கத்தரை நான் சேர பாடல்கள் செயல்படுவோம். Vida
நான் அக்கவனம் செய்து அதை முடித்து மம்மி அது உண்டாக்குவது. Praise the Lord. And we are church committee members. And all of the I take this opportunity to say a few words again about Amachi. I became a member of maternal family 23 years before. Since then, I consider marriage of that is not saying what my mother. I consider her as my mother. That's the way my father told me. Because she's not your mother, she's your mother. So I consider that way. And wherever I want, different places I want, whenever I'm coming back to India for holidays or short leave, maximum I try to come to see Amachi at least one day. And I'll stay with Amachi and then I'll go back. Last September also, we got an opportunity to come as a family with a great grandson. And my son's ambition was that, and his son should see Amachi and the blessing from Amachi. So it happened. Last September, we family came from UK for a short visit. We came to Pattabram and met Amachi and felt great grandson got the blessing from Amachi also. So this is time. Not taking more time. So, Amachi learns from us always in our mind. I always say that I never seen a lady such a character. She never mourned about anything, whether she had everything or not. She never mourned about anything at any time. She was content with everything what she had. That's the way she led her life. And she helped quite long. She can't see anybody starving. And those who came to Pattabram, her house, even when Amachi is not eating, Amachi will go to the kitchen and make delicious food for them. And enough food for them, and I'm sure want to see their face to be happy. The same way in every angle, Amachi's heart was very great. I cannot forget these things. Every time, last 1 month of the week, I couldn't talk to Amachi. Before that, every week I used to talk to me and all our Babuchan and everybody to talk to Amachi. So whenever I called, maybe Babuchan was in the room, immediately Babuchan got up from his bed and then Babuchan will go to Amachi's house and then Babuchan will show Amachi's picture in a video call. And I used to find Amachi. And I always asked Amachi what the name was. And we are the next generation people, we are children, grandchildren, and we have to follow the footsteps of Amachi which she showed to us. I'm not going to take this off the end. Moreover, she was a faithful servant of God. Just a few years, I remember that every time, she has no other job. She used to sit in front of the TV, and I know she will listen to sports, any scripture in TV, she will listen to that. That's the way she spent her last few years' time. And she had enough money for her purposes because she was getting a good pension. She never looked at anyone. She don't want, she doesn't like. That's the way she had her life. And that's what my memories at the moment. And as a children of God, we know that our life is very short in this perishing world. We all have to go one day from here. This moment I want to encourage. We have to live according to the principle of the Bible. What
follow that steps. And we have to teach our children, our grandchildren, like that. We should keep the relationship like that. There's no other gospel other than now. We cannot satisfy everybody with money or anything. But if you're a smile, that's enough. A smile for good things, that's enough. That's everything. So we have to follow the step 1 of the short class. And that's what my words here. And I hope that, definitely I believe that one day we will go from here in Israel and we will see our TV show with the thousands of angels, 24 hours praising in heaven. Along with them, we can also praise the Lord. Thank you very much. അമ്മച്ചി യേശുവിന്റെ ഒരു സാക്ഷിയുടെ ജീവിതം ജീവിച്ചു കഷ്ടപ്പെട്ടാണ് രാവിലെ ആരോഗ്യം പ്രാപിക്കും ആളുകളെ അസുഖമോ യേശുവോ ആരുടെയും കിട്ടമോ she always honor her parents. She will always talk good about her brothers and sisters. She will talk about her grandparents. നല്ല കാര്യം എല്ലാവരും നല്ലത് നമുക്ക് എപ്പോഴെല്ലാം ഇഷ്ടം ഉള്ളിച്ച് നമുക്ക് സപ്പോർട്ട് ഞാൻ അവരോട് 30 വർഷത്തിന് ശരി എല്ലാ ദിവസവും ഞാൻ വീഡിയോയിൽ അമ്മച്ചെ കാണാൻ പോകുന്നത് അത്ര അട്രാക്ഷനുണ്ട് ഉള്ളിച്ച് നമുക്ക് വേണ്ടി ഒത്തിരി കഷ്ടം അത് മാത്രമല്ല എപ്പോഴും എനിക്ക് അറിയാവുന്ന പ്രശ്നങ്ങളെല്ലാം അമ്മച്ചയുടെ പ്രശ്നം ജീവിച്ച് കാണിക്കാം എല്ലാവരും പ്രശ്നക്കാൻ ജീവിച്ച് കാണിക്കും അമ്മച്ചി പറഞ്ഞു ജീവിതത്തിൽ അതാണ് അമ്മച്ചി എപ്പോഴും നോക്കും ഈ പാട്ട് പാടുന്ന പ്രാർത്ഥനയുടെ പ്രശ്നത്തിനെ ജീവിതം കഷ്ടപ്പെട്ടു ഒത്തിരി കഷ്ടപ്പെട്ടു പക്ഷേ നല്ല മാത്രമല്ല അമ്മച്ചിക്ക് നല്ല ഗുഡ് പാരൻസ് മാത്രമല്ല ഗിവൻ ഗുഡ് ട്രെയിനിങ് ബൈബിളെല്ലാം വായിച്ചിട്ട് എത്രയോ മാസങ്ങൾ വർഷമായി അന്നാലും ശരി നോൺ സ്റ്റോപ്പ് പാട്ട് പാടുവാനും നോൺ സ്റ്റോപ്പ് പ്രാർത്ഥിക്കുവാനും ഒക്കെ എവിടെ വന്നു അറിയാൻ നോൺ സ്റ്റോപ്പ് കഷ്ടപ്പെട്ട് അങ്ങനെ എനിക്ക് ഇത്ര നാൾ മരിച്ച സൗദിക്ക് പോയാൽ എൻ്റെ ആരെ കാണുന്നൊക്കെ കേൾക്കാറുണ്ട് അപ്പം അമിച്ച് വിവാഹം പോയി കാണുന്നത് എനിക്ക് അമിച്ചത് പറയാൻ കാര്യങ്ങളെല്ലാം പേടിയുണ്ട് അങ്ങനെ അദ്ദേഹത്തെ സ്തുതിക്കുന്നു സാക്ഷിയുടെ മാതാപിതാക്കൾ ഗുഡ് വൈഫ് എൻ്റെ ഫാദർ സമയം 3 വർഷത്തോളം പ്രശ്നം എടുക്കുന്നത് ഞാൻ 2 വർഷമായിട്ടാണ് കൂടി മാറുവാനും ഡയറക്ടറാണ് കൊടുക്കുന്നത് എന്നാലും അമ്മച്ചിയുടെ പ്രോത്സാഹനം ഇപ്പോഴാണ് വിചാരിച്ചു she was so particular about her private life. നീ തന്നെ എൻ്റെ പ്രോത്സാഹനം നീ തന്നെ എൻ്റെ അതെല്ലാം കാണുമ്പോൾ എങ്ങനെ ഇതെല്ലാം വളർത്തിക്കാണ് അവരങ്ങനെ വളർത്തിയാണെന്നില്ല അവരങ്ങനെ സംസാരിക്കുന്നത് She has been brought up, she has been trained in such a way. I thank God for giving me a wonderful mother, and she was a good wife, she was a good mother, she was a good grandfather, grandmother. And not only that, she has done hundreds and thousands of people. ഇപ്പോഴും ടിവിയിൽ ആയിരിക്കും അവർക്ക് വഴിയില്ല അവർക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് സി പള്ളി മാത്രമല്ല അത് മാത്രമല്ല she never had that narrow minded ഈ തമിഴ് മലയാളം തെലുങ്കു ഇങ്ങനെ എൻ്റെ തമിഴ് പള്ളിയിലാണ് എത്രയോ മലയാളി ഒരുമിച്ചു നീங்க തമിഴ് പള്ളിക്ക് പറഞ്ഞു നീங்க തമിഴ് പള്ളി അമ്മച്ചിയുടെ എത്ര 50 വയസ്സ് 4 വർഷത്തിന് ഞാൻ വന്നിട്ട് ഇപ്പോൾ ശക്തിയില്ലാത്ത പള്ളിയിൽ എനിക്ക് 4 വയസ്സ് 53 വയസ്സിൽ അത്രയോ പേര് വിളിച്ചു മലയാള പള്ളിയിൽ പറഞ്ഞാൽ മലയാളീസ് അമ്മച്ചി പറഞ്ഞു ദൈവം മലയാളം അമ്മച്ചി ആദ്യപ്പെട്ട തുടക്കപ്പെട്ട അവസാനം അതുകൊണ്ട് അമ്മച്ചിക്ക് അങ്ങനെ ഇവിടെ അഹേസിക്കാരുടെ സ്ഥാനത്തിൽ അവർക്ക് പേഴ്സണാലിറ്റി വരുന്നത് അതൊന്നുമില്ല എല്ലാവർക്കും അമ്മച്ച ജീവിച്ചു കാണിച്ചു അതാണ് ദൈവത്തെ
And I want to thank everybody who came all the way from Kerala, all the way from Kerala. മനസ്സിലായപ്പോൾ അടുത്ത സ്ഥലത്ത് പേര് വരാനുള്ളപ്പോൾ നിങ്ങളുടെ ട്രെയിനുകൾ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എത്രയോ ഇമ്പോർട്ടൻറ്റ് ഇത്രയും പേര് ആരോഗ്യമില്ലാതെ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് വന്നല്ലോ അതിനായി മാത്രമല്ല ഭയങ്കര അച്ചാച്ചൻ്റെ ഇഷ്ടം നടക്കാനുള്ള വഴിയില്ല പറ്റുന്നില്ല എന്നാൽ അങ്ങനെ വന്നിരിക്കുന്നു വന്നിരിക്കും. So the elders, aunties and uncles have come. I want to give you all my heartfelt thanks for God and the last teaching. And today, comfort I want to thank you once again. I thank Vika, please, for giving us all, for giving this opportunity. God bless you. Thank you. அந்த நிலையிலும் அவர்கள் வந்திருக்கிறவர்கள் யார் என்பதை அவர் உணர்ந்து கொண்டார். யார் ஊழியர்கள் யார் என்பதை இதில் ஒரு பெரிதான காரியம் என்ன என்றால் அவர் சொல்லப்பட்டதாக பெத்லகேமில் இந்த ஆலயத்தை தவிர விட்டு வேலைக்கு அவர்கள் சென்றார்கள். கடைசி மட்டுமாக இருந்தார்கள். இந்த நெருக்காரர்களை நாம் உண்டி கொடுப்போம். அந்த சுயபெருமை உண்டி எங்களுக்கு உண்டி கொடுப்போம். அந்த உண்டியை நாங்கள் எழுதுகின்ற வகையில சம்பாதிக்கின்றவர்களை காட்டிலும் ஏன் அவர்கள் பிள்ளைகளை காட்டிலும் அது எழுதுகிற பொழுது அவர்களுடைய தொகை தான் அதிகமாகும். இது எதை காட்டுகிறது என்று சொன்னால் உழைப்புகள் இருந்தாலும் நான் இறைவனுக்கு நிறைவாக கொடுப்பதிலே தன்னை முதலிப்படுத்திக் கொண்ட ஒரு தாயாக இது ஒரு பெரிய ஒரு காரியம். நம்ம கையிலே சம்பாதி எவ்வளவோ லட்சக்கணக்கில் ஆனால் அவருடைய வாழ்க்கையில கொடுப்பதில் ஆண்டவருக்கு கொடுப்பதில் அவர்கள் உற்சாகம் உதாரணமாக இருந்தார்கள். அது ஒரு சாட்சி. 50,000 கடவுள் எந்த நிலையிலும் அவர்கள் கொடுப்பதில் ஒரு பொழுதும் முகம் காணாத முகம் போடாத கொடுக்கின்ற ஒரு அருமையான காரியம். நான் ஏற்கனவே சொல்லுவதோட ஆலய பிரகாரங்களில் இயலாத நேரத்தில் கூட அவர்கள் வந்து ஆலயத்தில் வந்து படித்துக் கொள்வது. சில வேலைகளில் கம்மியில் நம்ம கொடுக்கிற வேலையில நம்ம அங்கேயே இருந்தா அங்கே வருவோம்னா இல்லை நான் அங்கேயே வந்து முழுகாற்பட்டு அதை வாங்கிக் கொள்வது வந்து அருமையான ஒரு விசுவாசம் உள்ள ஒரு தாயார் கொடுப்பதிலே மாத்திரமல்ல விசுவாசத்தில் அவர்களுக்கு ஏற்ற விசுவாசம் உள்ள தாயாரை காண்பது அறிவு. அதற்கு நாங்கள் சாட்சி. எனவே அந்த தாயார் அடுத்ததாக அவர் வாழ்க்கையில கடைசி மட்டுமாக ஆண்டவரோடு கொடுத்தார் என்ற சாட்சி என்ன என்றால் எங்கேயுமே அவங்க படுத்து கஷ்டப்படாது. தன்னுடைய பணிகளை அவர்களே செய்யப்படும்படியான சரீர பலத்தை ஆண்டவருக்கு அளித்தார் என்றால் ஆண்டவர்களோடு கூட இருந்தார் என்பது அவருடைய வாழ்வு சாட்சியாக எங்களுக்கு ஒரு பேரிடம். எனவே அவருடைய ஆத்மா ஐயா சொல்ல விட அவருடைய தேவனுடைய சமூகத்தில் இழைப்பாரி கொண்டிருப்பதற்காக இறைவனுக்கு நன்றி செலுத்துகிறோம். எனவே அந்த வாழ்வு நம்முடைய வாழ்க்கைக்கு ஒரு முன்னுதாரணமாக இருக்கிறது. நாங்கள் சாட்சியாக இருக்கிறோம் என்று சொன்னால் அவருடைய வாழ்வை பின்பற்றி நாம் வாழ்கின்ற பொழுது அவர் இன்னுமாக காலாகாலத்திலே வாழ்வார்கள் என்று உணர்ந்தோம். இந்த வாழ்க்கை அழைத்து ஆயிரம் கூடியதற்கு குடும்பத்தில் மக்களுக்கும் நன்றி கூறுகிறதற்கு நன்றி. வசனங்கள் 50 முதல் 52. 1 கொரிந்தியர் 15ஆம் அதிகாரம் வசனங்கள் 50 முதல் 58. சகோதரரே, நான் சொல்கிறதுகளில் மாம்சமும் இரத்தமும் தேவனுடைய ராஜ்யத்தை சுதந்திரிக்க மாட்டார்கள். அறிவுள்ளது அறியாமையை சுதந்திரிப்பதும் இல்லை. இதோ ஒரு
அறிவுள்ளதாகியது அறியாமையும், சாமர்த்தியமாகியது சாமம் கற்றுக்கொள்ளும் போது மரணம் ஜெயமாக கொடுக்கப்பட்டது என்று எழுதியிருக்கிற வார்த்தை நிறைவேறும். மரணமே உன் கூர் எங்கே, பாதாளமே உன் ஜெயம் எங்கே? மரணத்திற்கு ஒரு பாவம், பாவத்திற்கு நியாயப்பிரமாணம். நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவால் நமக்கு ஜெயம் கொடுக்கிற தேவனுக்கு ஸ்தோத்திரம். ஆகையால் எனக்கு பிரியமான சகோதரர்களே, கர்த்தருக்குள் நீங்கள் படிக்கிற பிரயாசம் விருதாவாய் இராதவர்களாக நீங்கள் உறுதிப்பட்டவர்களாயும் அசையாதவர்களாயும் கர்த்தருடைய கிளையிலே எப்பொழுதும் பெருகளாயும் குறிப்பிடுவார்கள். போயிட்டு மாற்றிட்டு எந்த
இருமை காட்சி அடைகிலனே. நம்முடைய அற்பமான உடலை நம்முடைய மகிமையான உடலுக்கு ஒப்பாக மறுரூபப்படுத்தும் வல்லமை அவர் பெற்றுள்ளார். எனவே நம் ஆண்டவராகிய இயேசு கிறிஸ்துவின் வழியாக நித்திய வாழ்வு அடைய உயிர்த்தெழுதல் உண்டாகும் என்று உறுதியாக நம்பி நாம் இவருடைய உடலை மண்ணுக்கு மண்ணாகவும் சாம்பலுக்கு சாம்பலாகவும் புழுதிக்கு புழுதியுமாக நாம் ஒப்புக் கொடுக்கிறோம். பின்பு பரலோகத்தில் ஒரு சத்தம் உண்டாக கேட்டேன். அது ஆண்டவருக்கு ஒரு மறிக்கிறது மூலம் பாக்கியவான் என்று எழுது என்று வைத்தது. ஆவியானரும் அவர்கள் தங்கள் உழைப்பினின்று இளைப்பாறுவதாலும் தங்கள் செயல்கள் அவர்களோடு கூட போவதாலும் அவர்கள் மெய்யாகவே ஆஸ்வதிக்கப்பட்டார்கள் என்று சொன்னார். ஜெபம் செய்வோம். மகா இரக்கமும் கிருபை நிறைந்த எங்கள் அன்பின் ஆண்டவரே, நானே உயிர்த்தெழும் சீனமாய் இருக்கிறேன். என்னை விசுவாசிக்கிறவன் மறித்தாலும் பிழைப்பான், உயிரோடு விசுவாசிக்கிறவன் என்றென்றைக்கும் மறிப்பது என்று சொன்ன நல்ல தந்தையே, மேலும் சாவின் இருசுல் என் மீட்பர் உயிரோடு இருக்கிறார் என்றும் கடைசி நாட்டில் பூமியின் மேல் நிற்பார் என்று நான் அறிந்திருக்கிறேன். என் மாம்சம் என் தோன்றும் அழுகி போன பின் மாம்சத்திலிருந்து கடவுளை காண்பேன். அந்நிய கண்கள் அல்ல, என் கண்களே காணும் என்ற நம்பிக்கையிலே என் பாத்திரம் நிரம்பி வழியத்தக்கதாக கர்த்தர் எனக்கு அபிஷேகம் பண்ணினார். பாத்திரம் நல்ல நீண்ட ஆயுளை கொடுத்திருக்கிறார். இப்போது ஆண்டவர் கரங்களே என்னை தேர்ந்தெடுக்கிறார் என்ற நம்பிக்கையிலே நல்ல போராட்டத்தை போராடவும், ஓட்டத்தை முடிக்கவும், விசுவாசத்தை காத்துக்கொள்ளவும் எனக்காக ஜீவக்கிரீடம் வைக்கப்பட்டிருக்கிற நம்பிக்கையிலே மண்ணுலக வாழ்வை துறந்து விண்ணுலக பயணத்தை மேற்கொண்ட அமெரிக்காக நாங்கள் மன்றாடுகிறோம். நல்ல மரணங்கள், கிறிஸ்துவ மரணங்கள் இது பார்வைக்கு அருமையாக இருக்கிறது என்று சொன்ன நல்ல தந்தையே, இப்போதும் மறுலுக வாழ்வுக்காகவும் சென்று கொண்டிருக்க அமெரிக்காகவும் மண்ணுலகிலே நீர் அவருக்கு செய்த எண்ணற்ற நன்மைகள் நாங்கள் நினைவு கூறுகிறோம். அம்மையருடைய நற்பண்புகளை நாங்கள் இந்த நேரத்தில் நாங்கள் எண்ணி பார்க்கிறோம். குறிப்பாக அவருடைய பிரிவால் வாடுகிற உள்ளங்களுக்கு நாங்கள் இந்த நேரத்தில் நாங்கள் அறிந்து கொள்கின்ற சத்தியம், நாம் மனிதரை ஒரு புல்லுக்கு ஒப்பாயிருக்கிறோம். காலிலே முளைத்து மாலிலே அறுப்புண்டு போவர்களாக இருக்கிறோம். ஆனாலும் இந்த நிலையற்ற வாழ்விலே நிலையுள்ளவராக இருக்கிறவர் நீரே என்பதை நாங்கள் உணர்ந்த வண்ணவாய் அம்மேருக்கும் நீர் அழிவில்லாத நிலை வாழ்வை கொடுப்பீர் என்று செய்யப்படுவது போல பூமியில் செய்யப்படுவதாக அன்றுள்ள பத்திரம் தாரும். விரோதமாய் குற்றம் செயலுக்கு மன்னிக்கிறது போல குற்றங்களுக்கு மன்னியும். எங்கள் சோதனையில் பிரவேசிப்பு நமக்கு தீமை என்று ரட்சி தரலாம். ஆட்சி வல்லமை மகிமை என்றென்றைக்கும் முடியவில்லை. நம் ஆண்டவராகிய இயேசு கிறிஸ்துவின் கிருபையும் பிதாவாகிய தேவனுடைய அன்பும் தூய ஆவியனருடன் வைக்கும் ஆசிரியர் வழிநடத்தும் குறிப்பாக முடிக்கரங்களில் இலைப்பாறும்படியாக வந்திருக்க திருமதி அக்கமாச்சரியன் அமையரோடும் அவருடைய பிரிவால் வாடுகிற உள்ளங்களோடும் நீர் அமெரிக்க கொடுக்க இருக்கிற நிலைவாழ்வோடும் இந்த கூடியிருப்பவரோடும் மீண்டும் என்ற சதா காலங்களோடும் நீடித்து நிலைத்திருப்பாராக. என் ஆத்மாவை கர்த்தரை ஸ்தோத்திரி, என் உள்ளமே பசுநாமத்தை ஸ்தோத்திரி, என் ஆத்மாவை கர்த்தரை ஸ்தோத்திரி, அவர் செய்த சகல மறவாதி. ஆமீன். அறிவிப்புகள் ஏதாவது இருந்தாலும் இப்போ சொல்லுவாங்க. அப்புறம் சரி. மம்கிட்ட போய் கொடுங்க, காட்டுங்க. அவ்வளோ கையில் எடுத்துட்டு சார்